പോയി തിരക്കി നിസ്കരിക്കുന്നത് കുറ്റകരമാണ്. ഹജറുൽ അസ്വദ് മുത്തല് സുന്നത്താണ്, പക്ഷെ തിരക്കല് ഹറാമാണ്. മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കൽ ഹറാമാണ്. അതുകൊണ്ട് തിരക്കിയിട്ടൊരു മുത്താൻ നമുക്ക് പറ്റില്ല, തിരക്കിയിട്ട് റൗളയിൽ പോയി ഇരിക്കാനും പറ്റില്ല. ഹബീബിന്റെ ആ റൗള, അവിടുത്തെ പരിശുദ്ധമായ കാലുകൾ നിസ്കാരത്തിലേക്കും ഖുതുബയിലേക്കും നടന്നു വന്ന ഇടങ്ങളാണ്. ഖുതുബയിലേക്ക് വന്നിരുന്ന, മിമ്പറിലേക്ക് വന്നിരുന്ന ആ ഇടമാണ് സ്വർഗത്തിന്റെ കഷ്ണമാണെന്ന് ഹബീബ് പറഞ്ഞു പോയത്. അല്ലാഹു തആല അവന്റെ സ്വർഗലോകത്തേക്ക് നമ്മെ എത്തിച്ചു തരട്ടെ, ആമീൻ. ആ മിമ്പറിൽ ഖുതുബ നടക്കുമ്പോഴാണ് ഒരു അറാബി വന്നത്, നബിയേ ഹലക്കത്തിൽ മവാശി, ഞങ്ങളുടെ കന്നുകാലികൾ നശിച്ചുപോയി നബിയേ. പെണ്ണുങ്ങൾക്ക് പാല് കൊടുക്കാൻ അവർക്ക് പാലില്ല, കന്നുകാലികൾ ചത്തൊടുങ്ങുകയാണ്, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം. അല്ലാഹുവിനോട് കയ്യുർത്തുന്നു, മദീനയിലെ മിമ്പറിൽ കയ്യുർത്തി ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം. അല്ലാഹുമ്മ അഗ്സിനാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീആ. മഴ വേണം പടച്ചവനെ എന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്യുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആകാശത്തൊരു മേഘത്തിന്റെ പടലം പോലും ബാക്കിയില്ല. ഖുതുബ നടക്കുമ്പോഴാണ് ഈ പ്രാർത്ഥന. മഴയായി വരികയായി, മേഘം വരികയായി, മഴ പെയ്തു. അന്ന് മദീനയിലെ പള്ളിയിൽ സുജൂദ് ചെയ്ത ഞങ്ങളുടെ തലകളിൽ, ഞങ്ങളുടെ നെറ്റികളിൽ ചെളിയുണ്ട്, മഴവെള്ളം കാരണം. മഴ കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഒരാഴ്ച മഴ പെയ്തു, മഴങ്ങ് കൂടാൻ തുടങ്ങി. പിറ്റേ ആഴ്ച അതേ സമയം ഖുതുബ നടക്കുമ്പോൾ തന്നെ അതേ മനുഷ്യൻ അറാബി ഓടി വന്നു, നബിയെ മഴ മതി, മഴ മതി, അല്ലാഹ് മഴ മതി, മഴ മതി നബിയെ, ഞങ്ങൾക്ക് മഴ മതി. വെള്ളപ്പൊക്കം കാരണം ഞങ്ങളുടെ കന്നുകാലികൾ ചത്തൊടുങ്ങുകയാണ്, മഴ മതി നബിയെ, ഞങ്ങൾക്ക് മഴ മതി. അപ്പൊ മഴ വേണ്ട പടച്ചോനെ എന്ന് പറയൽ അദബുകേടാണെന്ന് അല്ലാഹുവിനോട് അങ്ങനെ പറഞ്ഞുകൂടാണ്. ഇവിടെ മഴ ഉണ്ട്, ഞാനും വരുന്ന വഴിക്ക് ഇങ്ങനെ മഴക്കാറ് കണ്ടപ്പോ ഈ ദുആ ഞാനും ചൊല്ലി. നിങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും. വിധങ്ങൾ മഴ കൊണ്ട് ബുദ്ധിമുട്ടായപ്പോൾ പറഞ്ഞ ദുആ ഇതാണ്, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, اللهم وعلى الآكام والجبال ومنابت الشجر. പടച്ചവനെ ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണേ അല്ലാഹ്, ഞങ്ങൾക്കെതിരായി മഴയാക്കി തരല്ലേ, അത് ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണമേ. وعلى الجبال والآكام, കാടുകളിലും മലകളിലും കൊടുക്കുക. വമനാബിത്തി ഷജരി, ചെടികളും വൃക്ഷങ്ങളും കൃഷിയിടങ്ങളും ഉള്ളിടത്തേക്ക് കൊടുക്കണേ, ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കല്ലാഹ്. അതാണ് പറയേണ്ടത്. ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ ഞാൻ പറഞ്ഞേക്കരുത്, റഹ്മത്തങ്ങ് മുറിഞ്ഞു പോകും. ഞങ്ങളുടെ ചുറ്റും കൊടുക്കുക, അതാണ് ദ്വാരക്കേണ്ടത്. നിങ്ങൾക്ക് ദ്വാ ചെയ്ത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവും, അള്ളാഹു സ്വീകരിക്കട്ടെ. മക്കത്തൊക്കെ പോവുകയാണെങ്കിൽ, ഉംറ പോവുകയാണെങ്കിൽ കഅബത്തിന്റെ അടുത്ത് ദ്വാരെന്ന് ചോദിച്ചു വാങ്ങേണ്ട ദ്വാ, പടച്ചോനെ ഞങ്ങൾ എവിടെ പോയി ദ്വാ ചെയ്താലും ഉത്തരം കിട്ടുന്ന മനുഷ്യന്മാരാക്കി തരയണമേ എന്നാണ്. അവിടുന്ന് ചോദിച്ചു വാങ്ങണം, അവിടുന്ന് വാങ്ങണം ഈ താക്കോല്. ഞങ്ങൾ ഇനി നാട്ടിൽ പോയി ദ്വാരെന്നാണ് ഈ ഉത്തരം തരണം, പടച്ചോനെ ദുആക്ക് ഉത്തരമുള്ളവരാക്കി തരയണമേ എന്ന് ചോദിച്ചു വാങ്ങണം. നമ്മൾക്കൊക്കെ പോയാലേ അവിടെ അങ്ങനെ സ്കൈപ്പും പിടിച്ച് നടക്കാം മനുഷ്യന്മാരെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹിനോട് ചോദിച്ചു വാങ്ങേണ്ട സ്ഥലത്ത് ഫോട്ടെടുത്ത് വീഡിയോടുത്ത് നടക്കുകയാണ്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ചുറ്റും എന്ന് ഹബീബ് ദുആ ചെയ്തപ്പോൾ ആ മേഘങ്ങൾ ചുറ്റി. ആ ഹബീബ് എവിടെയാണോ ആകാശത്ത് വിരൽ വിരിച്ചത് അതിന്റെ പരിസരങ്ങളിലേക്ക് മേഘങ്ങൾ നീങ്ങിപ്പോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. والمطر قيضا وأنت فيض الأشرار فيضا. മോശപ്പെട്ട ആളുകൾ ഗാങ്ങുകളായി ഒരുമിച്ച് കൂടുന്നതും അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട്. ചെറുപ്പക്കാരൊക്കെ ഗാങ്ങുകൾ. എന്ത് ഗാങ്? കള്ളുകുടി സെറ്റ്, കണ്ണുകുടിക്കാനും വ്യഭിചരിക്കാനും തോന്നിവാസം ചെയ്യാനും ക്ലബ്ബുകൾ, ഒരുപാട് ആളുകൾ കൂടെ. وأنت فيض الأشرار فيضا. ചെറുപ്പക്കാരെന്തെങ്കിലും ഒരു മോശം ചെയ്യുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയാൻ മുതിർന്നവർക്ക് ധൈര്യം വരാത്ത കാലം. എന്താണെന്നറിയാം, ചെറുപ്പക്കാരെ ഞെട്ടിക്കുകയാണ് കേട്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എടുത്താല് നിങ്ങളെ പഴയ ഹിസ്റ്ററി നമ്മൾ വാട്സപ്പിൽ വിട്ടോ, അപ്പൊ പിന്നെ ഒപ്പരം മുണ്ടൂല. ഇങ്ങനത്തെ കാലം അപ്പൊ ഉണ്ടാ നടക്കണം. കള്ളുടിച്ചു വീണടക്കം എന്റെ വീട്ടിൽ വീഴല്ലേ എന്നാ പറയുള്ളൂ. പിന്നെ ഓനോട് ഈ കുടിക്കല്ലേ എന്ന് പറയണില്ല. എന്താണ് അത്ഭുതം? എന്റെ പറഞ്ഞ പണ്ട് കുടിച്ച കഥ അവർക്കറിയാം.
അപ്പൊ മുതിർന്ന ആളുകൾ ഈ കച്ചറ കളിച്ചിട്ടൊക്കെ നന്നാവണതേ. കച്ചറ കളിച്ചിട്ടാ ഈ മുതിർന്നു വന്നത്. പിന്നെ പോലെ ഇങ്ങനെ ചെറുപ്പക്കാരോട് പറഞ്ഞാൽ നന്നാവുക. നന്മയുടെ സംഘങ്ങളാണ് സമൂഹത്തിൽ വേണ്ടത്. നന്മയുടെ കൂട്ടായ്മകൾ, നമ്മുടെ മഹല്ലിന്റെ സംവിധാനങ്ങൾ. അതിനൊക്കെ പകരം തിന്മയുടെ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന കാലം ക്ലബ്ബുകളൊക്കെയായി നിർത്തിവെക്കാൻ സമയമായിട്ടുണ്ട്. പിന്നെ കച്ചവടക്കാര്, പെണ്ണുങ്ങളെടുത്ത് കച്ചവടക്കാര് വലിയവരും പോകരുത്. മോശപ്പെട്ട ആളുകൾ സംഘം സംഘമായി പോകുന്നത്, സംഘം സംഘമായി തിന്മയ്ക്ക് വേണ്ടി സംഘടിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളുണ്ട്. ഇബ്നു മസ്ഊദ് ഇന്ന മിൻ അലാമിസ് സഅതി വഅശ്റാതിഹാ, അന്ത്യനാളിന്റെ അടയാളങ്ങളുണ്ട്. ഇബ്നു മസ്ഊദ് അൻ യുതമനൽ ഖായിനു വഅൻ യുഖവനൽ അമീൻ. ഗൗരവമുള്ള വിഷയങ്ങളാണ് ഹബീബ് പറയാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ അവൻ നുണയാണ് പറയുന്നത് എന്ന് പറയുന്ന കാലം, സത്യസന്ധന്മാർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലം. വഞ്ചിക്കുന്നവർ പറഞ്ഞതൊക്കെ വിശ്വസിക്കും. വഞ്ചിക്കുന്നവർ, നുണ പറഞ്ഞ് ഫാബ്രിക്കേറ്റ് ചെയ്ത് നുണയുണ്ടാക്കുന്നവർ, കട്ടും പേസ്റ്റും ചെയ്ത് ക്ലിപ്പുകൾ ഉണ്ടാക്കുന്നവർ, അതും ഇതും കൂട്ടിച്ചേർത്ത് നുണയായി പടച്ചുവിടുന്നവർ, കേൾക്കുന്ന വിചാരിക്കും പടച്ചോനെ ശരി തന്നെയാണല്ലോ, എന്നിട്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നവർ. പച്ച നുണയായി കെട്ടിച്ചമച്ചു വിടുന്നത് സത്യമാണെന്ന് ആളുകൾ വിശ്വസിക്കുന്ന അവസ്ഥ വന്നാൽ, സത്യം പറയുന്ന മനുഷ്യന്മാർ അവര് നുണയാണ് പറയുന്നത് എന്ന് വരുത്തി തീർക്കപ്പെടുമ്പോൾ, ഇനി പറയുന്ന ഹദീസുകൾ നോക്കണം. ഇബ്നു മസ്ഊദ് ഇന്ന മിൻ അലാമിസ് സഅതി വഅശ്റാതിഹാ, ഈ ലോകത്തിന്റെ അന്ത്യനാൾ വരുത്തി വെക്കുന്നു എന്ന് വിളിച്ചറിയിക്കുന്ന അടയാളങ്ങളിലുണ്ട്. അൻ തുവാസിലൽ അത്ബാഖ്, സാറ്റലൈറ്റ് ഡിഷുകൾ പ്രത്യക്ഷപ്പെടുന്നത്. എങ്ങനെ അതൊക്കെ പറഞ്ഞത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സാറ്റലൈറ്റ് ഡിഷുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. തുവാസിൽ, മുവാസല എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ. അത്ബാഖ് എന്ന് പറഞ്ഞാൽ എന്താ? തബഖ്, പ്ലേറ്റ്. ഇന്ന് സാറ്റലൈറ്റ് ഡിഷിന് അറബിയിൽ പറയുന്ന വാക്ക് തബഖ് എന്നാണ്. അത്ബാഖ്, സാറ്റലൈറ്റ് ഡിഷുകൾക്ക് അറബിയിൽ അത്ബാഖ് എന്നാ പറയാം. 1400 വർഷങ്ങൾക്ക് മുമ്പ് 21ാം നൂറ്റാണ്ടുകാരന്റെ വീടിന്റെ മുകളിൽ കയറാൻ പോകുന്ന സാറ്റലൈറ്റ് കുടകൾ എന്റെ സമൂഹത്തിൽ പ്രചരിക്കാൻ പോകുന്നുവെന്ന് വഹയിന്റെ വെളിച്ചത്തിൽ നോക്കിക്കണ്ട നബിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുവാസിലൽ അത്ബാഖ്, ഡിഷുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാലം, അന്ത്യനാളിന്റെ അടയാളങ്ങളുണ്ട്. ഇബ്നു മസ്ഊദ്, ഇതൊക്കെ പറഞ്ഞ ഇസ്ലാമാ മുസ്ലിമേ നിന്റെ കയ്യിലുള്ളത്? ഇത് പറഞ്ഞ നബിയാണ് നിന്റെ നബി. എന്നിട്ട് നബി പഠിപ്പിച്ച് നിനക്ക് മനസ്സിലാവുന്നില്ലേ? നിന്റെ ആഖിറം രക്ഷപ്പെടുത്താൻ തോന്നിവാസം ചെയ്യല്ലേ എന്ന് ഈ മുത്തുനബി നിന്നോട് പറയുമ്പോ എന്തേ നിനക്ക് ചെവിക്കൊള്ളാൻ പ്രയാസം? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും അറിഞ്ഞുവോ പാത്രങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന്, ഈ ഡിഷുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന്? നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് പാശ്ചാത്യന്റെ സംസ്കാരവും ഔറത്ത് മറക്കാത്ത തോന്നിവാസവും നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് സ്ക്രീനിലൂടെ പ്രത്യക്ഷപ്പെടാൻ കാരണമായത് സാറ്റലൈറ്റ് ഡിഷുകളല്ലയോ? ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാലം ഇബ്നു മസ്ഊദ് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. തുവാസിലൽ അത്ബാഖ്, എന്തോ ഒരു പ്രയോഗമാണത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ, അല്ലാഹു നൽകുന്ന ബോധനമല്ലാതെ നാവ് കൊണ്ടൊന്നുമേ ഹബീബ് ഉരിയാടുകയില്ല. ഹബീബ് പറയുന്നത് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ റസൂലിന് എങ്ങനെ പറയാൻ കഴിയും?
പാത്രങ്ങൾ, ഡിഷുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അമേരിക്കക്കാരന്റെ ഡിഷ് സാറ്റലൈറ്റ് വഴി ഇങ്ങ് കേരളത്തിലെ പാലക്കാട് ജില്ലയുടെ പരിസര പ്രദേശങ്ങളിൽ ഇങ്ങ് ഈ കാരക്കാടിന്റെ വീടുകളുടെ റൂഫ് ടോപ്പിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അവിടെ നിന്ന് വിടുന്നത് ഇവിടെ ആ ടെലികാസ്റ്റ് ചെയ്യുന്ന വൈബുകൾ ഇവിടെ പിടിച്ചെടുത്ത് നിന്റെ സ്ക്രീനിന്റെ മുമ്പിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് നബി തങ്ങൾ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് കേട്ടാൽ പിന്നെ ഹബീബ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയൊരു അത്ഭുതം ഇനി വേണോ? സാറ്റലൈറ്റ് ഡിഷിനെ കുറിച്ചാണ് റസൂൽ പറയുന്നത്. വഅൻ തുവാസിലൽ അത്ബാഖ്